ഒരു ചോദ്യമായാലോ? നമുക്ക് നമ്മളെ അറിയാവോ? ശരിക്കും നമുക്ക് നമ്മളെ അറിയാവോ? പലപ്പോഴും ചുറ്റുമുള്ളവർ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ കഴിവുകളും നമ്മുടെ ബലഹീനതകളും ഒക്കെ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുക. നമുക്ക് നമ്മളെ പലപ്പോഴും അറിയില്ല. നോ ദൈസെൽഫ് എന്ന ഡിക്റ്റും വളരെ പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നത് സോക്രട്ടീസാണ്. നീ നിന്നെ തന്നെ അറിയുക എന്നാണ് അർത്ഥം. വാട്ട് ആർ മൈ സ്ട്രെങ്ത്സ് ആൻഡ് മൈ വീക്ക്നെസ്സസ്? ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതാൻ തുടങ്ങിയാൽ ഒത്തിരി കാര്യങ്ങൾ കാണും. എന്താണ് എൻ്റെ സ്ട്രെങ്ത്സ്, എന്താണ് എൻ്റെ വീക്ക്നെസ്സസ്? മറ്റുള്ളവരോടല്ല, ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, എന്താണ് എൻ്റെ സ്ട്രെങ്ത്സ്, എൻ്റെ വീക്ക്നെസ്? ഹൈ അംബിഷൻ വിത്ത് ലോ കപ്പാസിറ്റി ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ഞങ്ങളെ പഠിപ്പിച്ച നോയ്സ് മാസ്റ്റർ ആയിരുന്ന ജോർജ് കുട്ടി അച്ഛനാണ്. ചിലപ്പോൾ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടാകും, പക്ഷെ നമ്മുടെ കഴിവ് വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിരാശയായിരിക്കും ഫലം എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മുടെ അംബീഷനും നമ്മുടെ കഴിവും എല്ലാം കൂടെ ഒത്തുപോകണം. പലപ്പോഴും നമുക്ക് അറിയത്തില്ല, യാഥാർത്ഥ്യത്തിൽ നിന്ന് കാര്യങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. നമുക്ക് നമ്മുടെ അറിയില്ല എന്നതാണ്. നമ്മൾ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയണം, ബലഹീനതകളെ മറികടക്കണം. സർ എഡ്മണ്ട് ഹിലരിയുടെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം എവറസ്റ്റ് കീഴടക്കാനായിട്ട് പോയി. അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്: ഐ വിൽ കം അഗൈൻ ആൻഡ് കോൺകർ യു, ബിക്കോസ് ആസ് എ മൗണ്ടൻ യു കനോട്ട് ഗ്രോ, ബട്ട് ആസ് എ ഹ്യൂമൻ ഐ ക്യാൻ. ഒരു മലയെന്ന രീതിയിൽ നീ ഇനി വളരില്ല, പക്ഷെ മനുഷ്യനായി എനിക്ക് വളരാൻ പറ്റും. ഞാൻ വന്ന് നിന്നെ കീഴടക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം വീണ്ടും വന്ന് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കി. എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എഴുതുകയാണ്: വി ഹാവ് നോട്ട് കോൺക്വേർഡ് ദ മൗണ്ടൻ ബട്ട് അവർ സെൽസ്. ഞങ്ങൾ കീഴടക്കിയത് മൗണ്ടൻ അല്ല, മറിച്ച് ഞങ്ങളെ തന്നെയാണെന്ന് പറയാം. നമുക്ക് നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാം, നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയാം. കഴിവുകളെ തിരിച്ചറിഞ്ഞ് വളർത്തുകയും ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുക. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അറിയാൻ പരിശ്രമിച്ചാലോ, നമ്മുടെ കഴിവുകളെ ഒന്ന് കണ്ടെത്താൻ പരിശ്രമിച്ചാലോ, ബലഹീനതകളെ കണ്ടെത്തി തിരുത്താൻ, അതിനെ മറികടക്കാൻ പരിശ്രമിച്ചാലോ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ബലഹീനതകളെ മറികടക്കാനും കഴിവുകളെ വളർത്താനും പറ്റും. നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടെ ഒന്ന് അറിയാമേ.